ഞാനൊരു ഫോൺ മേടിക്കാൻ ദുബായിലേക്കൊക്കെ ഇടയ്ക്ക് പോകണ്ട. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് വഴി വെച്ച് തരുവാണെങ്കിൽ. നീരജ് ലോകത്ത് എവിടെ പോയിരുന്നാലും നമുക്ക് രണ്ടുപേർക്കും ഒരു സിംഗിൾ ഇന്റർവ്യൂ എടുക്കാം, എന്നും ആളുകൾ കാണുന്ന രീതിക്ക് ആക്കി തരാം. അല്ല അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇപ്പോഴും എനിക്ക് ആഗ്രഹമില്ല. നിനക്ക് മനസ്സിലായില്ലേ? അല്ല, നീരജിന് കത്തിയില്ല. അതെല്ലാരും കാണുന്ന രീതിക്ക് ഞാൻ ആക്കി തരാം. വേണ്ട അങ്ങനെ എനിക്ക്. പക്ഷെ ഇനി അവസരങ്ങൾ മറ്റു രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി വലിയ കൺസേൺ അല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് മലയാളത്തിൽ കുറച്ചുകൂടി കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്യണം. അത് കുറച്ച് വലിയ ഗ്യാപ്പായി ഞാൻ എന്ന് എനിക്ക് വീണ്ടും തോന്നി. അപ്പോൾ സ്വയം തോന്നുന്നത് നല്ലതാണ്. നമ്മളതുകൊണ്ട് ലവകുശ 2ന്റെ പ്ലാനിങ് ഇല്ല. അതല്ലേ ഇങ്ങനെയൊക്കെ തലയിൽ വെച്ചേരാൻ പറ്റും. ആലോചിച്ചിട്ടേ ഉള്ളൂ. എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഗ്രൂപ്പുകളെ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയല്ലേ. ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതിന്റെ കാരണം തന്നെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പുകൾ പെട്ടാലെ സിനിമ കിട്ടുമെന്നൊരു വിശ്വസിക്കുന്നുണ്ടല്ലേ നീരജ്? ഐ കാൺ പ്രിറ്റൻഡ് ലൈക്ക് എനിബഡി എൽസ്. ഇപ്പം ഞാൻ വരുന്നത് ഇന്ന സ്ഥലത്തു നിന്നാണ്. മറ്റൊരു ജോഗ്രഫിയിലെ ആളെ പോലെയോ അയാളെ പോലെ സംസാരിക്കാനോ അയാളെ പോലെ ഇടപഴകാനോ ആ സ്ലാങ് എനിക്ക് പറ്റില്ലായിരിക്കാം. ആരും നമ്മളെ ബോധപൂർവം മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആരും നമ്മളെ പിക്ക് ചെയ്യാനും ചിലപ്പം ശ്രമിക്കുന്നുണ്ടാവില്ലായിരിക്കും. ബിഹൈൻഡ് ഞാൻ പാടാൻ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാവുന്ന ഒരു പ്രശ്നം എന്തായാലും വരുന്നില്ല. ഡാൻസിൽ പിന്നെ ഞാൻ ചിലപ്പോൾ ത്രെഡ്സ് കൊടുത്തേക്കാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ജിയോ ഹോട്ട്സ്റ്റാർ ജിയോ ഏറ്റെടുത്തിട്ടുള്ള ആദ്യത്തെ വെബ് സീരീസ്. അതാണ് ഏറ്റവും കൗതുകമായിട്ട് നമ്മൾ കണ്ടത്. ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് പേർക്കും സ്വാഗതം. നിങ്ങൾ 4 പേരും വലിയ ഭാഗ്യവാന്മാരാട്ടോ. ജിയോ ഏറ്റെടുത്തിട്ട് ആദ്യത്തെ വെബ് സീരീസ് നിങ്ങളുടെ തന്നെയാണ്. ഇനി അങ്ങോട്ടെല്ലാം വെച്ചടി ഉയരത്തിലേക്ക് പോകട്ടെ. താങ്ക് യു. അങ്ങനെ എനിക്ക് പോകട്ടെ എന്ന് പറയുന്നത്. ഞാൻ 2 എപ്പിസോഡ് കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച ഒരു ഫാമിലി എല്ലാം വർക്കായിക്കൊണ്ട് പോകുന്ന ഇങ്ങനൊരു, ഞാൻ കുറേ സീരീസ് അഭിനയിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പലതും പല രീതിക്കാണ്. ഇതെനിക്ക് സത്യൻ ചേട്ടൻ്റെ സിനിമ ആ ഒരു രീതി വരുന്നു. അത് കാണിക്കുന്ന സെക്കൻഡ് എപ്പിസോഡിലേക്ക് വേറെ രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ഒരു ഫോണുമായിട്ട് പരിചയപ്പെടുത്തി ഒരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റിയ അജുവിന് ബിഗ് സല്യൂട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോൺ എവിടെയും മേടിക്കാണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയി മേടിക്കും. റിലേഷൻഷിപ്പിന് നടക്കാവോ? മോളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചു അത് പിന്നെയും പറയണ എന്തിനാണ്? ഞാനൊരു ഫോൺ മേടിക്കാൻ ദുബായിലേക്കൊക്കെ ഇടയ്ക്ക് പോകണ്ട. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് വഴി വെച്ച് തരുവാണെങ്കിൽ. എന്തായാലും ഇഷ്ടമായല്ലേ? എനിക്കിഷ്ടമായി. ഞാൻ ഇന്നലെ രാത്രി 2:30 മണിക്കാണ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആരെയും വിളിച്ചില്ല, നേരിട്ട് പറയാമെന്ന് വെച്ചു. താങ്ക് യു ഡയറക്ടർ. ഒത്തിരി സന്തോഷം. അജു ചേട്ടാ, LUC നമുക്ക് ചുരുക്കി പറഞ്ഞു പോകണല്ലേ? അല്ലേ? LUC. തേപ്പ് കിട്ടിയിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല. സിനിമയിലൊക്കെ കഥാപാത്രത്തിലൊക്കെ വരുമ്പോൾ തേപ്പ് കിട്ടാറുള്ളൂ. അതെ. അല്ലോ അല്ലേ? എങ്ങനെയാണ് ഈ സബ്ജക്റ്റ്? സാധാരണ നമുക്ക് അങ്ങനെ തേപ്പ് കിട്ടുന്ന രീതിക്ക് കാമുകിമാരൊന്നും ഉണ്ടോ വേഷങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ അധികം. നായകന്മാർക്കാണല്ലോ കിട്ടുന്നത്. അതല്ലേ? തേപ്പും രണ്ടും അല്ലേ? തേപ്പ് നായകന്മാർക്കായിട്ട്. അതെ. പക്ഷെ ഇവിടെ നായകനും തേപ്പ് കിട്ടുന്നില്ല. ഇനി ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ 2 തേപ്പ് കിട്ടില്ല, സേഫായിട്ട് പോകുന്നില്ല. ഇനി എവിടെയാണ് തേപ്പ്, എങ്ങനെയാണ് തേപ്പ് എന്നുള്ള നമ്മൾ വീടിന്റെ തേപ്പ് പോലെ എങ്ങനെയാവുന്ന എനിക്കറിയാം. വിനോദിനെ തേക്കോ? തിരിച്ചും തേക്കാം. വിനോദ ഗൗരവിനെ തേക്കുമെന്നും നമുക്ക് നോക്കാം. അതിനാണ് ഞങ്ങൾ ഇനി ബാക്കി കാണാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടവർ ബാക്കി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അജു ഇതിലേക്ക് വരാമോ? കഥ പറഞ്ഞു വിഷ്ണു. നീരജിനോട് ഞാൻ ചോദിച്ചു. നീരജ് കമ്മിറ്റഡ് ആണ്. കാര്യം നീരജിൻ്റെ കാര്യം വെച്ചാൽ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ കുറവാണ്. ആ സമയത്ത് ഗൗതം സാറിൻ്റെ പടം കഴിഞ്ഞതേ ഉള്ളൂ. ഹിന്ദിയിൽ ആ സമയത്ത് പുള്ളി ഒരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഷൂട്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളപ്പം നീരജ് പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് തോട്ടാണ്, ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന സമയം തന്നെ. അപ്പോൾ പിന്നെ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ക്യാരക്ടർ മാത്രം കേട്ടു. എനിക്ക് കുറേയൊക്കെ എൻ്റെ ജീവിതത്തിലെ ഞാൻ തന്നെയാണ്. കാര്യം ഈ ഇതിലൊരു ചെറിയ തന്തവൈബുണ്ട്. അപ്പോൾ അത് എനിക്ക് റിലേറ്റബിളായിട്ട് തോന്നി.
ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ റെപ്രസെൻറ്റേഷൻ, ഇവർ രണ്ടും ആണ്. അതിൽ ഒരു എന്താ പറയുക, ഉടക്ക് വെക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു രസം കൊല്ലി, ഇതൊക്കെയാണ് എൻ്റെ കഥാപാത്രം. ബാക്കി ഇനിയിപ്പോൾ ഇവർ പറയട്ടെ. ഇരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. ഇരിപ്പുണ്ട്, ഇവിടെ ഉണ്ട് ഇടയ്ക്ക്. അതേ അങ്ങനെ തന്നെ ഇരുത്തിയേക്കണം ഇവിടെ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ എവിടെ ഇത് കൊള്ളാം. പണ്ടാണെങ്കിൽ ഞാൻ ചോദിച്ചേനേം ഇതുപോലെ ഒപ്പിക്കട്ടെ, നമുക്ക് ക്യാരി ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ സാധനം മാറ്റിയുണ്ടോ? പുതിയ ഓറയിലാണ് ഇപ്പൊ. ഒത്തിരി മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു ശാന്തൻ. ഞാൻ ഇവന്റെ കൂടെ ഇരിക്കുന്ന ടെൻഷനിലാണ് ഇന്നലെ പോയി ഡൈ ഒക്കെ ചെയ്തു. വെറുതെ നീ രാവിലെ വന്ന് അവൻ ടെൻഷൻ ആവണ്ടല്ലോ. ഈ ദിനജയ് പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ കുറവ്, സത്യസന്ധമായ കാര്യം തന്നെയാണ്. കേരളത്തിൽ നമുക്ക് RDXന് ശേഷം ഇപ്പോഴാണെന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്നത്, പ്രേക്ഷകർക്കും കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ? മലയാള സിനിമയിൽ കൂടുതൽ ഇല്ലാതെ അന്യ ഭാഷയിലേക്ക് പോയി ആണ് തിരിച്ച് ഈ വെബ് സീരീസിലേക്ക് എത്തുന്നത്. ഈ കഥ കേട്ടുമ്പോൾ ഇത് നമ്മൾ ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ഇത് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമ്പോൾ RDX ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്നേരത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വേറെ കുറച്ചുകൂടെ ഈ പറയുന്ന ആക്ഷൻ അങ്ങനത്തെ പുതിയ പരിപാടികൾ എക്സ്പ്ലോർ ചെയ്യുക, കുറച്ചുകൂടെ ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കുക. ഒരു എൻസെമ്പിൾ കാസ്റ്റിനെ പറ്റിയിട്ടുള്ള അല്ലാത്ത, പക്ഷെ ഇതൊരു എൻസെമ്പിൾ കാസ്റ്റിൻ്റെ ഒരു സബ്ജക്റ്റാണ്. പക്ഷെ ഇത് എന്നെ ഗ്രിപ്പ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ റൈറ്റിംഗ് എന്നെ, വിഷ്ണു എനിക്ക് കഥ പറഞ്ഞു തന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിക്കാനും കൂടെ അയച്ചു തന്നു. ബേസിക്കലി ഇത് ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മീൻവൈൽ എൻ്റെ അടുത്ത് എൻ്റെ വൈഫും ഒക്കെ എപ്പോഴും പറയല്ലേ, ചില അടുത്ത സുഹൃത്തുക്കൾ പറയും, നീരജിനെ എന്നെ ആദ്യം ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇതുപോലുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലാണ്. നമ്മുടെ വടക്കൻ മറ്റേ സപ്തമശ്രീയിലെ നാരായണൻകുട്ടിയും വടക്കൻ സെൽഫി, അങ്ങനത്തെ ഒരു ഗ്രാമീണ കഥാപാത്രമല്ല ഇതെങ്കിലും ഒരു ബോയ് നെക്സ്റ്റ്, ഒരു നമുക്കറിയുന്ന ഒരു അയൽപ്പക്കത്തുള്ള ഒരാളാണ്, ഒരു നമ്മുടെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു സോണിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ വേറെ ഏതൊക്കെയോ കുറേ സോണിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഇതെനിക്ക് ചെയ്താൽ നല്ലതായിരിക്കും, ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഇത് ഞാൻ പിടിക്കുന്നത്, അതായത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, എല്ലാവർക്കും നമ്മളോട് ഇതിനെ കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ, ഒരു വീട്ടിലേക്ക് കൂടെ വെൽക്കം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ചെറുപ്പക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന അല്ലാത്ത. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് വിഷ്ണുവോട് നമുക്കിത് എന്തായാലും പിടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ RDX കഴിഞ്ഞ് നേരെ ഇതിലോട്ടാണ് കയറുന്നത്. ഇതിലേക്ക് നേരെ കയറുകയാണ് ചെയ്തത്. ഗൗരി നീരജുമായിട്ട് ആദ്യമായിട്ടായിരിക്കും അല്ലേ? നീരജിനെ അറിയുമായിരുന്നു? പിന്നെ എങ്ങനെയൊക്കെ അറിയുമായിരുന്നു? നീരജിനെ മൊത്തത്തിൽ എങ്ങനെയൊന്ന് പറയുകയാണെങ്കിൽ. അല്ല, സിനിമയിൽ കണ്ട അങ്ങനെ പേഴ്സണലി എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് വിനോദിന്റെ ക്യാരക്ടറിന്റെ നരേഷന്റെ സമയത്ത് തന്നെ നീരജ് ആണ് എന്ന് പറഞ്ഞപ്പോൾ നല്ല ഫിറ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. പിന്നെ ഈ ഒരു ഞങ്ങളുടെ ഒരു ഡൈനാമിക്, വളരെ ഒരു യങ് ഒരു കപ്പിൾ അടുത്ത സ്റ്റേജിലോട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയയിലുള്ളൊരു കപ്പിളാണ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി ഫൺ. ഞങ്ങൾ ദുബായിൽ കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തു, പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തും കുറച്ച്. നല്ലൊരു ഈ ജനറേഷനിലെ ഒരു റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡൈനാമിക്, ഒരു കെമിസ്ട്രി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് പല സിനിമയിലും അജുചേട്ടൻ്റെ കൂടെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ നീരജിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല രസമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത്തരമൊരു കഥാപാത്രം ഇപ്പം നമുക്ക് ഇപ്പം നീരജ് പറഞ്ഞതിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇത്തരമൊരു കഥാപാത്രം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഒരു ഗൾഫ് ജീവിതം, ഒരു വീടെന്ന സ്വപ്നം, അതിലേക്ക് വരുന്ന അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടുപോയിട്ടുണ്ട്, ഒത്തിരി കണ്ടുപോയിട്ടുണ്ട്. അത് വിഷ്ണുവിൽ ഈ കഥ വരുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാനൊക്കെ ഗൾഫ് ജീവിതം 10 വർഷത്തോളം അനുഭവിച്ച ഒരാളാണ്. ഇത് ആക്ച്വലി ഇതിങ്ങനെ കഥയായിട്ടുണ്ടായി വന്നതല്ല. ഇത് ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ 2 സുഹൃത്തുക്കളുടെ ലൈഫിൽ നടന്നൊരു വലിയ ഇവൻറ്റ് ഞാൻ വിറ്റ്നസ് ചെയ്തു. കഥയായിട്ടൊന്നൊരു, പക്ഷേ പുറത്ത് പോയിട്ട് ഞാൻ ഇങ്ങനൊരു ദിവസം എനിക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹാഫ് ഡേ ഇവൻറ്റ് അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. 2 മാസത്തിനുള്ളിൽ ദുബായിലുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൈഫിൽ വേറൊരു സംഭവം നടക്കുന്നു. ഇപ്പം അത് ഡാർക്ക് കോമഡി ആയിട്ട് പറയാം, പക്ഷെ അന്ന് അതൊരു കോമഡി അല്ല, ഡാർക്ക് മാത്രമാണ്. അപ്പം ഞാൻ അതും അങ്ങനെ വലിയ 2 ഇവൻറ്റുകൾ സുഹൃത്തുക്കളുടെ ലൈഫിൽ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നീട് എപ്പോഴും സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ പഴയ
ഈ വരവേൽപ്പ് ഫ്ലേവറിലുള്ള പടങ്ങൾ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള സംഭാഷണത്തിൽ എന്തോ അന്നത്തെ എന്തോ നല്ല നേരത്തിന് ഇത് കണക്ട് ചെയ്യാമല്ലോ. കാര്യം ഈ നടക്കുന്ന ലൈഫിൽ നിന്ന് നേരത്തെ ഞാൻ ആദ്യം കണ്ട ഇവന്റിലേക്ക് ഒരു വലിയ കണക്ഷൻ കിടപ്പുണ്ട്. അത് രണ്ട് ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയാൽ അതൊരു സിനിമയില്ലേ എന്നുള്ള തോട്ടിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പം എനിക്ക് അറിയാവുന്ന ആളുകളുണ്ട്, അവർക്ക് ചുറ്റുപാടുമുള്ള ബാക്കി ക്യാരക്ടേഴ്സൊക്കെ ഓൾറെഡി കിട്ടി. പക്ഷെ പറയുന്നത് ഇത് അങ്ങനെ നമുക്ക് ലൈഫ് കാണിക്കേണ്ട കാര്യമില്ല, നമുക്ക് ക്യാമറയിലേക്ക് നോക്കേണ്ട കാര്യമില്ല, പുറത്തേക്ക് നോക്കിയാൽ പോരെ. അപ്പം അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. ആ എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു വ്യത്യാസം കൊടുത്ത് ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം. ഇപ്പം അജുവിൻ്റെ ക്യാരക്ടർ എൻ്റെ ആ ഫ്ലേവർ എന്ന് പറയുന്നത് ഇവരുടെ ക്യാരക്ടറായിട്ട് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് എന്നാൽ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എപ്പോഴും. അപ്പൊ അതിൽ തന്നെ ഒരു നർമ്മം വരുമല്ലേ. അപ്പൊ അങ്ങനെ തൂകിപ്പോയി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാൽ ഇത് ഞാൻ കണ്ട കാര്യങ്ങൾ ഈ റിയൽ ലൈഫിൽ പലർക്കും ഭയങ്കര റിലേറ്റബിൾ അല്ലേ ഇത്? തീർച്ചയായിട്ടും എല്ലാവരുടെ ലൈഫിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ വീട്ടിലും ഒരു വിനോദമുണ്ടോ? വിനോദം എന്ന് വീണ്ടും പറയുന്നത് ഇപ്പോൾ ഗൗരിയായിട്ടും ആവാം, ജെൻഡർ നോക്കുന്നില്ല. ചില വീടുകളിൽ നിന്ന് പെൺകുട്ടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ നമുക്ക് ചുറ്റുമുള്ളതുമായി മാറും. അതിൻ്റെ ഒരു സിനിമാറ്റിക്, ഒരു ഡ്രാമാറ്റിക് എലമെന്റ് അതിലൂടെ പ്ലേസ് ചെയ്യണ്ടേ. അപ്പം അതിനാന്ന് തോന്നുന്നു എന്നെയൊക്കെ വെച്ചത് അല്ലേ. ഒരു നേരത്തെ പറഞ്ഞ തന്ത വൈബ് കുറേ കാലത്തിന് പുള്ളി അഭിനയിക്കാൻ വന്നില്ലാതായിരിക്കും. ഫോണിന്റെ കാര്യമേ, എനിക്കൊരു ഫോണ് ഒരു സുഹൃത്ത് കൊണ്ടുവന്നായിരുന്നു ദുബായിൽ നിന്ന്. ഈ സുഹൃത്ത് കൊടുത്തു വിട്ടത് വേറൊരു സുഹൃത്തിന്റെ അടുത്താണ്. അവരുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ എലമെന്റ് ഞാൻ ഇങ്ങനെ അതല്ലേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അവർക്ക് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എനിക്കിപ്പോ 22 ആയിട്ടുള്ളൂ. അഭിപ്രായമാണ്. 40 വർഷം മുന്നേ. അത് എപ്പോഴും എന്റെ പ്രായത്തിൽ കയറി പിടിക്കണം കേട്ടോ. എന്നിട്ട് എങ്ങായിട്ടിരിക്കുന്നതിൽ നല്ലല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതല്ല എനിക്ക് കണ്ടാ പറയത്തില്ല. അപ്പൊ എടുത്തു പറയുമ്പോഴാണല്ലോ അതിനാ നിങ്ങളുടെ ഡയറ്റിനും എക്സസൈസിനും ഒക്കെ ഗുണം കിട്ടുക. അത് ശരിയാ. എന്താ ആ ഫോണിന്റെ കഥ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫോൺ കൊണ്ട് തന്നിട്ട് അവിടെ എന്തെങ്കിലും അവർ കല്യാണം അവിടെ നിൽക്കുകയാണ്. ദുബായ് പോയി എന്ത് പോയി എന്തൊക്കെ കല്യാണം കഴിച്ചു അല്ലേ? അപ്പൊ അതും ഒന്ന് നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്തു. ഇല്ല, എനിക്ക് ആ ഫോണിന്റെ എലമെന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അജു, എനിക്ക് തോന്നുന്ന ഞാനിപ്പോൾ കണ്ടുവച്ചതിൽ 2ാമത്തെ എപ്പിസോഡ് കൊണ്ട് എനിക്ക് അടുത്ത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇവരെ വിവാഹം നടക്കുമോ എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. ആ ചേട്ടൻ ആ സഹോദരന് തുല്യമായ ആളുമായിട്ട് ബന്ധുവും കൂടെ ആണല്ലോ. ആ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുകയാണ്. 28-ാം തീയതി തോന്നുന്നു അല്ലേ റിലീസ് അല്ലേ? 28 അല്ലേ? 28-ാം തീയതി വരെ കാത്തിരിക്കുക. എനിക്ക് അറിയണം. അതറിഞ്ഞ് എൻ്റെ ബാക്കി അജു എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോഴത്തെ ഞാൻ ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഈ പപ്പൻ ഒരുപാട് എല്ലാ വീട്ടിലും ഉണ്ട്. ഒരു ജനറേഷൻ വരെയുള്ള എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പോഴത്തെ തലമുറയിലാണ് അത് മാറി തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ ഒരു പപ്പൻ അല്ലെങ്കിൽ ഒരു സിമിലർ തോട്ടുള്ളവരുണ്ട്. വിഷ്ണു പപ്പനിലൂടെ അവരെ ന്യായീകരിക്കുന്നില്ല, അവർ തെറ്റാണെന്ന് തന്നെ കാണിച്ച് അവരിലൊരു പരിവർത്തനം സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാറണം, കാലം മാറുമ്പോൾ അനുസരിച്ച് അവരുടെ ചിന്താരീതികളും തോട്ട്സൊക്കെ മാറണം എന്നാണ് പപ്പനിലൂടെ ഇതിൽ പറഞ്ഞത്. മെസ്സേജ് കൊടുപ്പില്ല കേട്ടോ, അല്ലേ? മെസ്സേജ് കൊടുക്കുന്ന ഇതൊരു കഥയാണ്. ഞാൻ അതിനെ കാണുമ്പോൾ നേരത്തെ ഫാമിലി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയല്ല. അതായത് 3 ലെയർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പൊ അജുവിന്റെ ക്യാരക്ടറൊക്കെ നടുക്ക് നിൽക്കുന്ന ലെയർ, അത് അൺലേണിങ്ങിന് സാധ്യതയുള്ള ലെയറാണ്. പക്ഷെ കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല, അൺലേൺ നമ്മൾ നിർബന്ധവും പിടിക്കുന്നില്ല. അത് അവര് വേറൊരു രീതിയിൽ കണ്ടീഷൻഡ് ആണ്. ഇവരുടെ വേറെയാണ്. പറ്റില്ലല്ലോ. അപ്പൊ ലൈസൻസ് തരുന്നു. എവിടെ എത്തിക്കണം എന്ന് ആലോചിക്കണം കേട്ടോ. നമ്മളില്ലേ എന്റെ കൂടെ കൂടുന്നു അജു മൊത്തം ഇപ്പൊ നമുക്ക് നമ്മളെ അടുത്ത് ഏറെ വിട്ടതേ ഉള്ളൂ. അല്ലേ? ഇറങ്ങിയില്ലേ ഇപ്പൊ? പോയതാണല്ലേ? ആണല്ലേ? റീബൗണ്ട് പണ്ട് ജഗതി ചേട്ടൻ പടത്തിലൊക്കെ 10 അങ്ങോട്ട് എറിയുമ്പോഴത്തേക്ക് വില്ലനെ എറിയുമ്പോ വന്ന് തിരിച്ച് ബാറ്റ് കൊണ്ടടിച്ച് ഇവിടെ വന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല.
അല്ല ഞാൻ ഇറങ്ങിയിട്ടില്ല ഇപ്പൊ അതിൽ ആണല്ലേ? കുറച്ചേരം ഫ്ലോട്ട് ചെയ്യാൻ രസമാണ്, കുറച്ചേരം ഫ്ലോട്ട് ചെയ്യാൻ ഒരു രസം. അതിനത്ര സുഖമുണ്ടോ? ശൂന്യാകാശം, ബഹിരാകാശം. പക്ഷെ അതിന് നീരജിനെ കൊണ്ട് ഇവിടെ ഇരുത്തി ഒന്ന് നീരജായിട്ട് പിടിച്ചോളാൻ എന്നോട് പറഞ്ഞത്. ഇച്ചിരി പാടായിരിക്കും. എന്ത് ഡൗട്ട് ഇരിക്കണം. നോക്കാം അല്ലേ നമ്മൾ പറഞ്ഞു. വിഷ്ണു പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? അതിൽ നിന്ന് നമ്മൾ എവിടെയോ അതായത് 3 ലെയർ. അതെ, ഞാൻ സെന്റർ ആണ്. അപ്പൊ ഞാൻ പറയാൻ ഇങ്ങനെ ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും അല്ല ഇത്. അല്ല, ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ടു കംപ്ലീറ്റഡ് അങ്ങനെ ഒരു പരിവർത്തനം നടത്താനുള്ള രീതിയിലുള്ള ഒരു മെസ്സേജിങ് നമ്മൾ കൊടുക്കുന്നില്ല. ഇതിലെല്ലാത്തിലും നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് അവിടെ ഇടുന്നു. അവർ റോങ് ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ടൊരു അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. അത് ഇറ്റ്സ് അപ്പ് ടു ദ ഓഡിയൻസ്. ഈവൻ ഇപ്പോൾ ഈ വീട് വെക്കുന്ന കാര്യം, പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അത് ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ തോന്നുക അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുന്നതല്ലാതെ നമ്മളൊരു കൃത്യമായിട്ട് അങ്ങനെ ഒരു അടിവാക്ക് പറഞ്ഞ് നിർത്തുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശം. അത് ഓർഗാനിക് ആയിട്ട് പറഞ്ഞു പോകുന്നു. മനസ്സിലായി. വിഷ്ണു പറഞ്ഞ പോലെ വരവേൽപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. വരവേൽപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ട് മാത്രം ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ശ്രീചേട്ടൻ എന്നോട് പറഞ്ഞ വരവേൽപ്പ് ശ്രീചേട്ടൻ്റെ അച്ഛനുണ്ടായ ഒരു അനുഭവം പോലെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഒരു അനുഭവം പോലെ, ബസ്സിൻ്റെ അനുഭവം പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ അങ്ങനത്തെ കുറേ സിനിമ ഗൾഫിൽ നിന്ന് വന്ന് വരുന്ന ആളുകളുടെ കുറേ കഥകളുണ്ട്. പക്ഷെ ആ കഥയും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു വീടെന്നൊരു സ്വപ്നം ഏത് ചെറുപ്പക്കാരനെയും ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെക്കുക എന്നുള്ള ഒരു ഫലം കാണുന്നതിന് വേണ്ടി വർഷങ്ങളോളം ഗൾഫിൽ പോയി ജീവിച്ച അന്നത്തെ കാലം. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അത്തരം ഒരു രീതിയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ആ ഒരു സാധനമാണ് ഇതിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ അച്ഛൻ അമ്മമാരായിട്ട് രണ്ട് വീട്ടിലെയും പേരൻസായിട്ട് അഭിനയിച്ചവർ ഗംഭീരമായിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അത് തുടക്കത്തിൽ പറയുന്നത്. ഗംഭീരമായിട്ട് ഞാൻ കണ്ട 2 എപ്പിസോഡ് ഗംഭീരമായിട്ട് അവർ ചെയ്തു. അങ്ങോട്ട് പോകുന്തോറും ഇത് എല്ലാവരുടെയും പെർഫോമൻസിന്റെ സ്പേസ് കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും കോൺട്രാക്ടറായിട്ട് ചെയ്ത് അങ്ങോട്ട് അവർക്കൊക്കെ സ്പേസ് അത് വന്നു കഴിഞ്ഞിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും ആ കല്യാണവും വീഡിയോപ്പും കർഷാലത്തിന് നടക്കണമെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ. അപ്പം നീരജിന്റെ ഒരു എക്സ്പ്രഷൻ അതിനകത്ത് ശരിക്കും നമുക്ക് കിട്ടും. എൻജോയ് എന്നുള്ള ബ്രാൻഡ് കഴിഞ്ഞിട്ട് നീരജിനെ ഇങ്ങനെ കണ്ടിട്ട് കുറെ മലയാളികൾ, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞപ്പോൾ ദൃശ്യം, വടക്കൻ സെൽഫി, കേൾട്ടൻ 10, കുഞ്ഞിരാമായണം, അടികപ്പ്യാരെ കൂട്ടും, അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഫാമിലി മാനിൽ പോയിട്ട് വില്ലനായി. ഇന്ത്യയിലെ ഫസ്റ്റ് വെബ് സീരീസാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അല്ലേ പ്രൈം മേജർ പ്ലാറ്റ്ഫോം ആമസോൺ പോലത്തെ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ RDX കണ്ട് അദ്ദേഹത്തിൻ്റെ കോവിഡ് ടൈമിൽ തൊട്ടുള്ള വീഡിയോസ് അല്ലേ, മ്യൂസിക്കിലുള്ള എക്സ്പ്ലോറേഷൻ നമ്മൾ കണ്ടു. സോ ആ എൻജോയ് അല്ല ഇത് പഴയ നീരജ. ഇതല്ല അത് കാണാൻ രസമുണ്ട് ഭയങ്കര. നേരത്തെ അതായിരിക്കും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് വൈഫൊക്കെ കാണുമ്പോൾ നമുക്ക് ഡബിന് പോകുമ്പോഴും കാണുമ്പോഴും പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. സ്ക്രീനിൽ അത് കാണുമ്പം ഞാൻ വിഷ്ണുവിനോട് പലവട്ടം പറഞ്ഞു, ഇത് കുറേ കാലമായി അങ്ങനത്തെ ഒരു നീരജനെ കണ്ടിട്ട്. അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഈ ഫ്ലാറ്റിലെ ജീവിതം അത് പറഞ്ഞു വെക്കുന്ന ആ കഥയുടെയിലേക്കാണ്. ഫ്ലാറ്റിൽ 2 പേരും താഴെയും മുകളിലുമായിട്ട് താമസിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്ന ആ സമയത്ത് പിന്നീട് അമ്മ വന്ന് പറയുന്ന ഒരു ഡയലോഗാണ് എൻ്റെ മനസ്സിൽ ശരിക്കും ക്യാച്ച് ചെയ്ത്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അപ്പോഴും അമ്മയ്ക്ക് വീട് പണിയിലാണ്. അപ്പോൾ നീരജിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ, ആ ഡോറ് തുറക്കുന്ന ഒരു സാധനം, അത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് കേട്ടോ. എല്ലാ വീട്ടിലും സംഭവിക്കുന്ന സംഭവമാണ്. വീടെന്ന സ്വപ്നം പേരൻസിന്. പക്ഷേ അതാണ് മോൻ പോയി കഷ്ടപ്പെടുന്നത്. പക്ഷേ മോൻ്റെ ആവശ്യം കല്യാണവും കൂടിയാണ് ലണ്ടനിലേക്ക് പോകാൻ. ആ ഡയലോഗ് ഗംഭീരമായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്തു. നീരജ് ഒന്നും സംസാരിക്കാതെ ഡോറടിച്ച് പോകുന്ന ഒരു സാധനം എനിക്ക് മനസ്സിൽ ശരിക്കും തട്ടിയ ഒരു കുറേ മൊമെന്റ്സ് ഉണ്ട് അല്ലേ പെർഫോം ചെയ്യാനൊക്കെ. ഞാൻ എടുത്തെടുത്ത് പറയുന്ന കുറേ സാധനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സത്യം, സമാധാനം. നമുക്കത് സമാധാനമുണ്ട്. വിഷ്ണുവിന് നമുക്ക് സന്തോഷം. നീരജിനെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്ത് പിന്നീട് അങ്ങ് മാറി മ്യൂസിക്കലിലേക്ക് പോയി. പിന്നെ RDX പോലത്തെ ഒരു സിനിമ വന്നിട്ട് വേറൊരു രീതിക്ക് ഒരു നീരജായി മാറി. നീരജ് എന്നും ഇഷ്ടപ്പെടുന്ന ഏത് റൂട്ടിലായിരിക്കും? എനിക്ക് കോൺസ്റ്റൻ്റ്ലി റീഇൻവെൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം. പുതിയ പുതിയ പരിപാടികൾ മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ജേണിയിലാണ് ഈ പറയുന്ന ഇങ്ങനെ കോമഡിയിൽ നിന്ന് മാറി ക്യാരക്ടറിലും നായകനും, പിന്നെ അത് കഴിഞ്ഞ് ഹിന്ദിയും ഇതും ആക്ഷനും, അങ്ങനെ
നമ്മൾ സാച്ചുറേറ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇതൊരു സൈക്കിളാണല്ലോ, നമുക്ക് ചെയ്യാവുന്ന ചില പരിപാടികൾ കഴിയുമ്പോൾ ഇനി എന്താ എന്നുള്ളൊരു ചോദ്യം വരുമ്പം ഇപ്പം ഈ ചെയ്ത പരിപാടി ശരിക്കും എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഹിറ്റ് കോംബോ പരിപാടികളൊക്കെ കംഫർട്ട് സോണിൽ ചെയ്ത സാധനങ്ങളാണ്. ഇത് എനിക്കൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മിസ് ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ നമ്മളുടെ ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ജേർണിയുടെ ഇടയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നും അപ്പോഴാണ് അവർ നമുക്ക് ഇഷ്ടം തിരിച്ചു തരുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഒരു കാര്യം എനിക്ക് അതിൻ്റെ ഒരു തിരിച്ചു വരവായിരിക്കും ഇത്. കാരണം സംതിങ് ക്ലോസ് ടു ദിസ് ഓർ സംതിങ് ക്ലോസ് ടു മൈ ഓൾഡ് റോൾസ് ആണ് നമ്മൾ ഒരു ചെറിയ ക്യാമിയോ വർഷങ്ങൾക്ക് ശേഷത്തിൽ ചെയ്തത്. അത് ഈ പറയുന്ന ഹ്യൂമറൊക്കെ ഉള്ളൊരു സാധനമാണ്. അത് പെണ്ണുമ്പിള്ളയാണോ മ്യൂസിക്? വിനീതണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ അങ്ങ് അഴിഞ്ഞടിക്കോ മറ്റേ. അപ്പം ഞാൻ ഈ ഒരു സാധനത്തിൽ നിന്നൊന്ന് വിട്ട് നിൽക്കുകയായിരുന്നു, ഞാൻ വേറൊരു പ്രോസസ്സിലൊക്കെ പോയി നിൽക്കുകയായിരുന്നു. അപ്പം വിനീതണ്ണൻ പറഞ്ഞു അതൊക്കെ വിട്ട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളതൊരു 5 മിനിറ്റ്. പക്ഷെ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഈ നീരജിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഓൾറെഡി നമ്മുടെ ഷൂട്ട് അപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു പരിപാടി വരുന്നുണ്ട്. ആൻഡ് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയി എനിക്കിത് ചെയ്തത്. അപ്പം ഞാൻ ഇത് തന്നെയാണ് എൻ്റെ എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അല്ലാത്ത പുതിയ പരിപാടി എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, നീരജനെ ഇഷ്ടപ്പെടുന്നത് പല രീതിക്കാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അത് എല്ലാ താരങ്ങളും അങ്ങനെ തന്നെയാണ്, പല രീതിക്കാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെട്ട് വിളിക്കാറുള്ള ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആണ്, അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഇങ്ങനത്തെ ഇങ്ങനത്തെ എന്ന് ഞാൻ പറയില്ല, അല്ല ഞാൻ കോമഡി കഥാപാത്രങ്ങളാണല്ലോ ഞാൻ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ നായകനൊന്നും ആയിട്ടില്ല. അപ്പം കോമഡി കഥാപാത്രങ്ങൾക്ക് തന്നെയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അതൊരു പരിധി കഴിയുമ്പോൾ സാച്ചുറേറ്റഡ് ആവാൻ തുടങ്ങി, വെറും മണ്ടംകളി ആവാൻ തുടങ്ങി. അതിനകത്തൊരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് മെക്സിക്കൻ അപാരതയും ഊഴമൊക്കെ പോലുള്ള 1-2 പടങ്ങളൊക്കെ ചെയ്ത് പിന്നെ പൈപ്പിൻ ചോട്ടിലെ പ്രണയമൊക്കെ ചെയ്ത്. അപ്പം അവിടെ ഒന്ന് ഞാൻ എൻ്റെ പ്രോസസ്സ് ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അവിടെ ഞാൻ ഈ പ്രേക്ഷകനെ അതൊക്കെ ഞാൻ ഇപ്പോഴാണ്, നമ്മളൊരു ഫേസ് ഓഫ് ദ മൂവി ആകുമ്പോഴാണല്ലോ ഇതൊക്കെ വലിയ ഘടകമായി മാറുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ തിയേറ്ററിൽ കൊണ്ടുവരണം, നമ്മൾക്ക് ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവണം, ഒരു ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടറായി മാറുക. അപ്പം നമ്മളുടെ എത്തിക്സിനെയും നമ്മളുടെ സ്വപ്നങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളെയൊക്കെ നമ്മളവിടെ ഈ ബാങ്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അത്തരം ഘടകങ്ങളെ പറ്റി, ഇതിൻ്റെ കമേഴ്ഷ്യൽ സൈഡിനെ പറ്റിയിട്ടും മാർക്കറ്റ് വാല്യൂവിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും ജനകീയത ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറേം കൂടെ ബോധവാനാവുന്നു. അതിന് മുന്നേ ഐ വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ ഓർ എന്നെ ആൾക്കാർ ആസ് എ വ്യക്തി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അതിനെപ്പറ്റി ഞാൻ കൺസേൺഡ് ആയിരുന്നില്ല, എഫേർട്ട് എടുത്തിട്ടില്ല ഞാൻ. പക്ഷേ ഇനി ഒരു പക്ഷേ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാനായിട്ട് അതൊരു ഘടകമായി മാറുകയാണെങ്കിൽ അതിനും കൂടെ ഞാൻ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റിയിൽ ഇപ്പം ഞാൻ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത് വിശ്വസിക്കുന്നത്. പൈപ്പിൻ ചോട്ടിലൊക്കെ നിൽക്കുക, പൈപ്പിൻ ചോട്ടി നെഞ്ചക്കെടുത്ത് വന്നു ഇടയ്ക്കൊരു നടിയെടുത്തിട്ട് വീണ്ടും പൈപ്പിൻ ചോട്ടിലേക്ക് അല്ലെ, ആ രീതിക്ക്. അല്ല, ഈ സെലക്ഷന്റെ കാര്യം ഇപ്പോൾ നീരജ് പറഞ്ഞ അജു മാറി തുടങ്ങിയിട്ടുണ്ട്, കഥാപാത്രങ്ങൾ ഒത്തിരി അജു മാറി ചെയ്തു തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു മാറ്റം എപ്പോഴും നല്ലതാണ് അല്ലേ? എന്നും ഒരേ ടൈപ്പ് കഥാപാത്രം ചെയ്താൽ ഇപ്പോൾ അജു പറഞ്ഞ പോലെ അത് മാറണം. നീരജ് കൃത്യമായിട്ടാണ് പറഞ്ഞത്, നീരജ് മാറി ചിന്തിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയാണ് സിനിമയ്ക്ക് എപ്പോഴും മെച്ചമുണ്ടാവും അല്ലേ അജു? സിനിമയ്ക്ക് അറിയില്ല ഏട്ടാ, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നീരജ് പറഞ്ഞ പോലെ ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് നമുക്ക് അവസാനം അത് എക്സൈറ്റ്മെൻ്റ് ഇല്ലാതാവും, ജോലി പോലെ തോന്നി തുടങ്ങും. ആ സമയത്ത് അത് നിർത്തി വേറെന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാ ആക്ട്രസസും ഒക്കെ, ഡയറക്ടേഴ്സ് ഉൾപ്പെടെ. ഇപ്പോൾ വിനീത് ഇപ്പം അടുത്ത ചെയ്യുന്ന സിനിമയുടെ ജോണർ വേറെയാണ്, ത്രില്ലറാണ്. അദ്ദേഹം ഫീൽ ഗുഡ് മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നല്ലോ കുറച്ച്. എല്ലാവർക്കും ഒരു മാറ്റം തോന്നുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ്
നമ്മളിൽ നിന്ന് ഇത് മതി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. എൻ്റെ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവന് വേറെ പണി ചെയ്തുകൂടെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നാച്ചുറലി നമ്മൾ ചിന്തിക്കാൻ അവസരം കൊടുക്കും. അപ്പം അവസരം കിട്ടും അതിലൂടെ. ആ സമയത്ത് നമ്മൾ എഫേർട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം. ഓരോരുത്തരും ടോളറൻസ് പോയിന്റ് ഓരോന്നായിരിക്കും. എനിക്കത് വളരെ കുറവ് ഇപ്പം ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആൾക്കാരൊക്കെ പറയുന്നതിന് മുമ്പേ എനിക്ക് തന്നെ ഇത് അന്നേ മാറണം എന്നുള്ള നീരജിന് അന്നേ മാറി ചിന്തണം. ലീഡ് റോൾസ് ചെയ്യണം, കുറച്ചും കൂടി മ്യൂസിക്കിൽ എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സത്യസത്യ നീരജും ശ്രീനാഥ് ബാസിയും മലയാള സിനിമയുടെ 2 ആക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും അവർ ലണ്ടനിൽ പോയി കോൺസേർട്സും ഷോസും ചെയ്ത സിംഗേഴ്സാണ്, ആർട്ടിസ്റ്റുകളാണ്. അത് പലപ്പോഴും മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തതിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ അരുൺ ചന്ദും ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്തും വിനീതും ഞാൻ സംസാരിക്കുന്ന സമയത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാര്യം ആക്ടേഴ്സ് മാത്രമല്ല, അത് എളുപ്പമല്ല. അത് ഷോസും കോൺസേർട്സും ഒക്കെ ഹോസ്റ്റ് ചെയ്യുക. അപ്പം അത്രയും ടാലൻറ്റഡും കാലിബറുള്ള വ്യക്തികൾ ഇന്ത്യ മുഴുവൻ ഇന്ന് നമുക്ക് എല്ലാ ഭാഷയിലും എക്സ്പ്ലോർ ചെയ്യാവുന്നൊരു കാലം വരുമ്പോൾ അയാൾ പോയി ഇപ്പം ഗൗതം സാറിൻ്റെ സിനിമ, അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, വെന്ത് തന്നെ കാട്, അത് തന്നെ എങ്ങനെയാ ഗംഭീര ക്യാരക്ടർ. വെന്ത് തണിന്തത് കാട്. അതെ, അത് പറയാൻ ഭയങ്കര പാടാ. അത് ഗംഭീര റോളാണ്. അത് എളുപ്പമല്ല. ഇവിടുത്തെ ഒരു ആക്ടർ അവിടെ പോയി അങ്ങനത്തെ ഒരു സാധനം തമിഴ് സിനിമയിൽ ചെയ്യാൻ ഇപ്പൊ പോസിബിൾ ആയപ്പോൾ അതിന്റെ ഫ്രണ്ട് റണ്ണറിലോട്ട് പോയ ആളാണ്. നല്ല ഇൻട്രസ്റ്റിംഗ്. പിന്നെ മാധവൻ ഒരു സിനിമ നടക്കുന്നു, റിലീസ് ചെയ്യാൻ അത് ഒരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധവൻ കങ്കനയും കൂടെയുള്ള ഒരു ബൈലിംഗിൽ പടം, ഹിന്ദിയും തമിഴും കൂടെ. ഇതൊന്നും നമ്മുടെ പ്രേക്ഷകർക്കറിയില്ല, അതാണ് പ്രശ്നം. നീരജ് എവിടെയെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അത് ആക്ച്വലി എക്സ്ക്ലൂസിവിറ്റി നല്ലൊരു കാലമായത്. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മിസ്കൺസെപ്ഷൻ ഞാനിവിടെ അവൈലബിൾ അല്ല എന്നുള്ളൊരു തോന്നലുണ്ടെന്ന് എൻ്റെ അടുത്ത് കുറച്ച്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാ അത് വീഡിയോസിലൂടെയൊക്കെ ആക്റ്റീവാണ്. അതുമില്ല നീരജ് അങ്ങനെയും ഇല്ല എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഇൻ്റർവ്യൂകൾ പൊതുവിൽ ഞാൻ അത്ര ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് പൊതുവിൽ എനിക്ക് റാൻഡം ആയിട്ടുള്ള ഇൻ്റർവ്യൂകൾ ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും റിലീസിന് വേണ്ടി വരുമ്പോൾ മാത്രമാണ് എനിക്ക് അതിൽ താല്പര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എൻ്റെ ചോയ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വരണമല്ലോ. ഇപ്പം RDX പോലൊരു സാധനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സിനിമകൾ മലയാളത്തിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും വന്നില്ല. പക്ഷെ ഒരുപാട് കഥകൾ കേട്ടു, അതിലൊന്നും നമുക്ക് പുതുമയുള്ളതായിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല. നീരജ് ലോകത്ത് എവിടെ പോയിരുന്നാലും നമുക്ക് രണ്ടുപേർക്കും ഒരു സിംഗിൾ ഇന്റർവ്യൂ എടുക്കാം, എന്നും ആളുകൾ കാണുന്ന രീതിക്ക് ആക്കി തരാൻ. അല്ല, അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇപ്പോഴും എനിക്ക് ആഗ്രഹമില്ല. മനസ്സിലായില്ലേ? അതെല്ലാരും കാണുന്ന രീതിക്ക് ഞാൻ ആക്കി തരാം. വേണ്ട അങ്ങനെ എനിക്ക് രക്ഷപ്പെടണ്ട. അതിലൊരു സബ്ടെക്സ്റ്റ് ഉണ്ട്. അല്ല, അതിന്റെ ആവശ്യം അല്ല, ഇത് പറഞ്ഞ പോലെ ശരിയാണ്. അതിന് വല്ലാത്ത ജാതിയൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ എന്റെ രീതിയിലുള്ള രീതിയിൽ ഇപ്പം സിനിമയിൽ സജീവമല്ലാത്ത സമയത്ത് 2 പാട്ടൊക്കെ ഇറക്കി സജീവം. പക്ഷെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കഴിവ് അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ് മാത്രമല്ല സിനിമയിൽ ഘടകമായി വരുന്നത്. നമ്മൾ മറ്റു പല ആസ്പെക്റ്റുകളും കൂടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു മുൻനിരയിലേക്ക് എത്തുന്നതും ഒരു താരമാവുന്നതും ഒക്കെ. അപ്പം അതിൽ പീപ്പിൾ ഹാൻഡ്ലിങ്, മാനേജ്മെൻറ്റ് വലിയൊരു ഘടകമാണ്. ആളുകളെ പ്രീതിപ്പെടുത്തേണ്ട പലരും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ആളുകളുമായി നല്ല രീതിയിൽ ഇടപഴകുക, സോഷ്യലൈസിങ് വലിയ ഫാക്ടറാണ്. ഞാൻ അതിലൊക്കെ വളരെ പുറകിലോട്ടാണ്. ഞാൻ ഈവൻ അപ്പം ഇത്തരത്തിൽ ഉള്ള കുറേ കാര്യങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്താണ്. നല്ലൊരു പടം ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം പക്ഷേ എനിക്ക് അവസരങ്ങൾ മറ്റു രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി വലിയ കൺസേൺഡ് അല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മലയാളത്തിൽ കുറച്ചുകൂടി കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്യണം. അത് കുറച്ച് വലിയ ഗ്യാപ്പായി ഞാൻ എന്ന് എനിക്ക് വീണ്ടും തോന്നി. അപ്പോൾ സ്വയം തോന്നുന്നത് നല്ലതാണ്. അതെ, അതല്ലേ ഇങ്ങനെയൊക്കെ തലയിൽ വെച്ചുതരാൻ പറ്റും. ആലോചിച്ചിട്ടേ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം. നമ്മളെന്തായാലും ഉണ്ട്. അല്ലാതിപ്പം പറ്റില്ലല്ലോ, അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. പക്ഷെ അല്ലെങ്കിൽ ഇപ്പോഴേ അത് കറക്റ്റാണ്. സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ ഇന്റർവ്യൂ പറഞ്ഞേക്കണം. ഞാനൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വച്ചത് ഇപ്പം അജു പറഞ്ഞതും എല്ലാം നമ്മൾ സജീവമായിരിക്കണം എപ്പോഴും.
നീരജിനെ ഞാൻ സജീവമല്ല എന്ന് തോന്നി എന്ന് പറയുമ്പോൾ എനിക്ക് ഇനി മലയാളത്തിൽ വേണം എന്ന് തോന്നി തുടങ്ങുന്നത് അല്ല, അത് സിനിമ എടുക്കുന്നവരും കൂടെ ആലോചിക്കണം. അതെ 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 അതെ. അപ്പോൾ നമുക്കത് ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, ഉണ്ടെന്ന് നമ്മൾ നമ്മുടെ വർക്കിലൂടെ പറയുന്നുണ്ട്. അതെ അതെ അതാ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ അനിവാര്യമാണ് ഒരു നടൻ്റെ വളർച്ചയിൽ. അപ്പം ഈ വാഴ ചെയ്ത ഡയറക്ടറിന്റെ ഫസ്റ്റ് പടം ചെയ്തത് നീരജ ആനന്ദ് അല്ലേ? ഗൗതമിൻ്റെ അങ്ങനെ ഒരുപാട് പുതിയ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റിൽ എനിക്ക് കുറെ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യണം എന്നുള്ള ആഗ്രഹം. അതാണ് ഞാൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ കേട്ടോ. അല്ലാണ്ട് എനിക്ക് പടമില്ലാതെ വീട്ടിലിരിക്കാൻ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ആളുകൾ കഥ പറയുന്നുണ്ട്. നമ്മൾ കഥ കേട്ടിട്ട് ഇതിനകത്ത് എനിക്ക് ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ് ചെയ്തു വെച്ച് എൻ്റെ മുകളിലോട്ടേക്കൊന്നും കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചൂസി ആയ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചധികം ചൂസി ആയിരിക്കാം. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് കുറേയും കൂടെ ഇപ്പം എ ലിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ പേരുകളിൽ നിന്നുള്ള വലിയ സിനിമകളുടെ ഭാഗമാകാൻ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ട്? ഞാൻ ആരെയും വിളിച്ച് ചോദിക്കാറില്ല. അപ്പോൾ ചോദിച്ചാലൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് അവരുടെ കംഫർട്ട് സോണിലുള്ള നടന്മാരെയോ നടികളെയോ റിപ്പീറ്റ് ചെയ്യാനായിരിക്കാൻ താല്പര്യം. അപ്പം ചില ഗ്രൂപ്പുകളുടെ ഭാഗം ഓർഗാനിക്കലി നമ്മളാവുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഗ്രൂപ്പുകളുണ്ടല്ലേ? അതെ, നിങ്ങളിപ്പോൾ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഗ്രൂപ്പുകളെ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയല്ലേ. ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതിന്റെ കാരണം തന്നെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. എല്ലാ ഗ്രൂപ്പുകൾ പെട്ടാലേ സിനിമ കിട്ടുമെന്നൊരു വിശ്വസിക്കുന്നുണ്ടല്ലേ നീരജ്? ഉണ്ട്. ഗ്രൂപ്പുകളിൽ പെട്ടാലെന്നല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. അല്ല, സപ്പോർട്ടിലും വലുതാണ് ഗ്രൂപ്പ്. അല്ല, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആവാം, നിങ്ങളെ വിശ്വസിക്കുന്ന കാശ് മുടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാവാം. അത് മതി. ഇപ്പം മാർക്ക് പോലെ സംഭവിച്ചത് ഒരു പക്ഷേ അത്രയും വലിയൊരു പ്രൊജക്റ്റിൽ വിശ്വസിച്ച ഒരു പ്രൊഡ്യൂസറാണ് എന്ന് പറയുന്ന പോലെ ഇറ്റ് കുഡ് ബി എൻ നമ്പർ ഓഫ് തിങ്സ്. അല്ലെങ്കിൽ ഇപ്പം ഗ്രൂപ്പുകൾ റീജിയണലി ഉണ്ടാകാം, പല രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കയറ്റത്തുമില്ല അല്ലേ? അതെനിക്കറിയില്ല. അങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ എടുക്കുന്ന തീരുമാനം ആണ് ഇതിനൊന്നും. അവരൊന്നും ഇന്ന ആളെ കേറ്റണ്ടെന്ന് വെച്ചിട്ടല്ല, അവരുടെ ഗ്രൂപ്പിൽ തന്നെ മേ ബി അത്രയും ആളുകളുണ്ട്, അത്രയും ആൾക്കാരുണ്ട്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഒരു മുഖം പുറത്തൊന്നും ഓർക്കില്ല. ഇപ്പൊ നീരജ് ഒരു സിനിമ എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അടുത്തിരിക്കുന്നു നീരജ് സിനിമ, എനിക്കൊന്ന് നീരജ് ഇവരിയ്ക്കുന്ന പലരെയും കാസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന ആളെ ആരും മറന്നു പോകുക. മനസ്സിലായോ? അത് സംഭവിക്കാറുണ്ട്. സിമ്പിളാക്കി എടുത്തത് ഇതാണ് സത്യം. ഇവനൊന്ന് മലയാള സിനിമ നിങ്ങളെ ഉടനെ നീരജ് ഉള്ളത് പറഞ്ഞാണ്. സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് അല്ല, ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞത് അവർക്കായിരിക്കും കൂടുതൽ കഥാപാത്രങ്ങൾ. പക്ഷെ അവിടെ നീരജ് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വെൽക്കം അല്ലാത്ത ഒരു എനർജിയിലേക്കോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം ഐ കാൺ പ്രിട്ടൻഡ് ലൈക്ക് എനിബഡി എൽസ്. ഇപ്പം ഞാൻ വരുന്നത് ഇന്ന സ്ഥലത്തു നിന്നാണ്, മറ്റൊരു ജോഗ്രഫിയിലെ അയാളെ പോലെ സംസാരിക്കാനോ അയാളെ പോലെ ഇടപഴകാനോ ആ സ്ലാങ് എനിക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അതിന് ഞാൻ ശ്രമിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ കുറച്ചുകൂടി അത്തരം ശ്രമങ്ങൾ നടത്താം. ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. ആരും നമ്മളെ ബോധപൂർവം മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആരും നമ്മളെ പിക്ക് ചെയ്യാനും ചിലപ്പം ശ്രമിക്കുന്നുണ്ടാവില്ലായിരിക്കാം. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി ഞാൻ സ്വയം മനസ്സിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റഡി കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊന്ന് ഇരിക്കണം. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഞങ്ങൾ 3 അല്ല, എന്തായാലും നീരജ് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു എന്ന് മാത്രമാണ് അതെനിക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ക്യാപ്ഷൻ മലയാള സിനിമയിൽ കോക്കസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കുമോ മിക്കവാറും? പവർ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയില്ല എന്തായാലും. അല്ല, ഇതുള്ളത് തന്നെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സൗഹൃദങ്ങൾ കൂട്ടായ്മകൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന് 10 വർഷമായി. കറക്റ്റ് ഒരു 10 വർഷം കഴിഞ്ഞു. 11 വർഷം 10 വർഷം കഴിഞ്ഞു എന്നുള്ള ഒരു ഡെക്കേഡ് എന്നുള്ള ഒരു ടേം ഉപയോഗിക്കണ്ട. ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമ എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിവേഴ്സ്, ഒരു മലയാളം ഇൻഡസ്ട്രി, നമുക്ക് ഒരു സിനിമയിൽ അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് എവിടെ നിന്നും വിളി വരും എന്നുള്ളൊരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നു. എന്നെ എങ്ങനെ സത്യൻ സാറ് വിളിച്ചിട്ടുണ്ട്, ജിത്തു ജോസഫ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ
So basically, if your name is out there as an artist who performs well, you just have to perform well, and anybody would call you, might not call you. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ അവർക്ക് കംഫർട്ട് സോണിലുള്ള ആർട്ടിസ്റ്റുകളും ഗ്രൂപ്പ് ആളുകളുമായിട്ട് റിപ്പീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നു. വേറെ ഓരോരുത്തരെ മേയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവരുടെ മീറ്ററിൽ നിൽക്കുന്ന ആളുകളുമായിട്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ നമ്മളൊരു പടം സക്സസ്ഫുൾ ആവുന്നു. ആ സക്സസ്ഫുള്ളായ പടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുമായിട്ട് വീണ്ടും അതേപോലുള്ള പടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വിച്ച് ഐ എം നോട്ട് റൈറ്റ് നൗ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വയമേ പ്രൊജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം പ്രൊജക്റ്റുകൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലെവലിലേക്ക് നമുക്കിപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ എഴുതിക്കാൻ തുടങ്ങുന്നു, കോറൈറ്റ് ചെയ്യുന്നു, ഓൺ പ്രൊഡക്ഷനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നു. പിന്നെ സിനിമയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ സ്വന്തമായി സിനിമകൾ ഉണ്ടാക്കുന്നതിൻ്റെ പറ്റിയിട്ടുള്ള ചർച്ചകളിലേക്ക് എത്തി. അത് മലയാള സിനിമയിൽ അങ്ങനെ തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, കുറേ കഥാപാത്രങ്ങൾ ചെയ്തു. നാടൻ കഥാപാത്രം കുറേ ചെയ്തിട്ടുണ്ടല്ലേ? നാടൻ ഗ്രാമീണ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാർച്ചിനാണ് കണ്ടിട്ട്, ഈ മാർച്ച് അടുക്കാറാകുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത്. മലയാള സിനിമയിൽ എങ്ങനെയുണ്ട്? മലയാള സിനിമയിൽ അഭിനയ ജീവിതം എങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്ക് ഇനിയും മലയാള സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു ആളാണ്. ചെന്നൈയിലാണ് ബാക്ക്ഗ്രൗണ്ട്, തമിഴായിരുന്നു ആദ്യത്തെ മൂവി. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ആ ഭാഷയിൽ സിനിമകൾ ചെയ്യാനും, ഇപ്പോൾ ഇങ്ങനത്തെ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് മലയാളം വെബ് സീരീസാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. അതുപോലത്തെ ഇങ്ങനൊരു കരിയർ ഡ്രിവൻ ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ നല്ലതാണ്. ഒരു ആം ക്യാൻഡി അല്ലെങ്കിൽ ഡാൻസിൽ വന്ന് ഡാൻസ് ചെയ്യാൻ മാത്രം ഉള്ളൊരു ഹീറോയിൻ പരിപാടി അല്ലാതെ നല്ലൊരു ഡെപ്ത് ഉള്ള കുറേ ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടർ ആണ് ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അത് തന്നെ വിഷ്ണുവിനോട് ഈ ക്യാരക്ടറിൻ്റെ പേരും ഗൗരിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയി. ബിക്കോസ് എല്ലാവർക്കും ഓക്കെ ആ ഒരു നല്ലതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ പോലെ ആണോ എന്ന് ഞാൻ ആലോചിച്ചു. പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് അതത്ര ക്ലീഷേഡ് അല്ല ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആസ് എ വുമൻ ക്യാരക്ടർ. നമ്മൾക്ക് ഇപ്പം വിഷ്ണു ആണെങ്കിലും ഡിസ്കസ് ചെയ്തപ്പോഴും പറയുന്നത് ഞാനൊരു മെയിലാണ്, അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫീമെയിലിൻ്റെ ക്യാരക്ടർ എഴുതുമ്പോൾ അതിൻ്റെതായ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ ഗൗരിക്ക് എനി ടൈം എന്തെങ്കിലും തോന്നിയാൽ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഗൗരി പറയില്ല അല്ലെങ്കിൽ ചെയ്യില്ല, അങ്ങനത്തെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ പറയാം എന്നുള്ളൊരു റൈറ്റിംഗ് പ്രോസസ്സിൽ നിന്ന് തന്നെ ഒരു ഡയറക്ടർ പറയുന്നത് തന്നെ ഇസ് എ ബിഗ് ഡീൽ. ആൻഡ് ഞങ്ങൾ ആസ് ആക്ടേഴ്സ് ഗിവ് ആൻഡ് ടേക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അജു ചേട്ടനായാലും നീരജ് ആയാലും ചില ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഡിസ്കഷനും തർക്കവും, ഇത് ഞാൻ എന്തിനിങ്ങനെ പറയണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു സ്പേസിലോട്ട് വരാൻ പറ്റുന്നുണ്ട്. പല സെറ്റിലും അതങ്ങനെ ഇല്ല. എസ്പെഷ്യലി ബീയിങ് എ വുമൻ, എനിക്ക് പലപ്പോഴും നമ്മുടെ ഒപ്പീനിയൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആരെയും ബ്ലെയിം അല്ലെങ്കിൽ ഒരു വിക്ടിം കളിക്കുകയല്ല ഇവിടെ, പക്ഷെ അതുണ്ട്, അത് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബീയിങ് എ യങ് ഡയറക്ടർ ആൻഡ് ബീയിങ് എൻ OTT പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഞാൻ ഈ സിനിമയുടെ അപ്രോച്ചിൽ ഞാൻ കണ്ടു. അതുപോലത്തെ നാടൻ അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ രീതികളില്ലാത്ത കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു ഇതുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ്ലി ഇറ്റ് വാസ് നൈസ്. ഇപ്പോൾ ഒരു ചുമ്മാ വന്ന് പറയുന്നത് ചെയ്തിട്ട് എന്ന് മറ്റല്ലാതെ കുറച്ചുകൂടെ നമുക്ക് ഇൻവോൾവ് ആയി എൻജോയ് ചെയ്യാൻ പറ്റി. സോ ഐ എം വെരി എക്സൈറ്റഡ്. ഈ February 28 വരുമ്പോൾ ഓരോരുത്തർ ഇപ്പം ഈ ഒരു ക്യാരക്ടർ പറഞ്ഞ പോലെ നാടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഐ എം എ സിറ്റി ഗേൾ. അപ്പോൾ ഒരു സിറ്റി ഗേൾ പ്ലേ ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പ്രേക്ഷകർ എന്ത് പറയുന്നു നോക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. വിഷ്ണു എന്തായാലും നല്ലൊരു സംഭവമായി മാറണം. അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ 2 എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി കാത്തിരിക്കുകയാണ് ബാക്കി. എനിക്ക് ഇവരെ വിവാഹം നടന്നു, ഇവർ അടിച്ചു പിരിഞ്ഞു എന്നാണ് എനിക്കറിയേണ്ടത്. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അത് അജുവിൻ്റെ ക്യാരക്ടർ എന്തൊക്കെ ഉപകാരം ചെയ്തു, എന്തൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടി സിഗരറ്റ് വലിച്ചപ്പോൾ ചൂടായ ആളാണ്. അതൊന്നും നമുക്ക് ചേർന്നതല്ല കേട്ടോ, ഈ തന്തവീവിന് കേട്ടോ, ഒരിക്കലും ചേർന്നതല്ല. മാറ്റിയാണ് ആ മാറ്റിയേക്കണം ഇല്ല അല്ല പണ്ടോട്ട് എന്നോട് മാറാൻ പറയുന്നതാണ്. മാറുന്നില്ല.
ഇതില് ക്യാരക്ടറിന്റെ അത്രയൊന്നും തന്തയില്ല ചേട്ടാ. ആ ഭയങ്കര കൂളാ, ഭയങ്കര ചില്ലാള്. ചെറിയ ചെറിഞ്ഞായിട്ടുണ്ട്. ഇപ്പൊ മാറി, ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി പരിപാടി. മാറ്റി പിടിച്ചു അൺലേണിംഗ് ഇപ്പൊ നമ്മളെക്കാളും ജെൻസിയാ. മാറ്റി പിടിച്ചു തുടങ്ങി അല്ലേ? എല്ലാ മാറ്റങ്ങളും വേണം പിന്നല്ലാതെ അല്ലേ? ചുമ്മാ നിയമങ്ങളും ഓരോരോ സാധനങ്ങളും അതൊന്നും വേണ്ട. കുട്ടികളെ ആസ്വദിക്കട്ടെ, പിന്നല്ല ആഘോഷിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മള് കുട്ടികൾ. അങ്ങനെ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷം. സമയത്ത് ഇത്രയും സമയം നമുക്ക് അനുവദിച്ചാൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് മൊത്തം കാണിക്കേണ്ട സാധനങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്, അത് മൊത്തം ഇനി ചർച്ചയിലേക്ക് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ LUC വലിയ വിജയത്തിലേക്ക് എത്തി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ജിയോ ഏറ്റെടുത്തുന്ന ആദ്യത്തെ സംഭവമാണ്. അത് തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യം. ജിയോ എന്നൊരു എന്താണ് കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അവരുടെ ആദ്യത്തെ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അല്ലേ അജു? അജു ഗായകനായി വന്നിട്ടുണ്ട്. വെല്ലുവിളി ആകരുത് എന്ന് പറയണം ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങളും ഇനി വെല്ലുവിളിയായി കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് എന്നെ പാടിച്ച ആളാ ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയില് ഡബിങ് ഉണ്ടെന്നും പറഞ്ഞ്, ഞാൻ ഈ അടുത്ത ഇന്റർവ്യൂവിലും പറഞ്ഞു ഡബിങ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് അവിടെ വന്നപ്പോഴാണ് പറയുന്നത് പാട്ട് പാടിക്കാനാണ്. എൻ്റെ കൂടെ ആദ്യമായിട്ട് പാട്ട് പാടിയ ആളാ കേൾട്ടൺ 10 വിജയവാൽ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ പോയി പാടിയത്. സോ ഈസ് എ റീസൺ ബിഹൈൻഡ് ഞാൻ പാടാൻ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാവുന്ന ഒരു പ്രശ്നം എന്തായാലും വരുന്നില്ല. ഡാൻസിൽ പിന്നെ ഞാൻ ചിലപ്പോ അടച്ചു കൊടുത്തേക്കാം. അത് എനിക്ക് അറിയില്ല. ഡാൻസ് അതെ അത് ഞാൻ പറഞ്ഞു നേരത്തെ ഇന്റർവ്യൂല്. ആദ്യം എന്നെ ഡാൻസ് നല്ല രീതിയിലൊരു സാധനം നമ്മളുടെ പടങ്ങളിൽ എന്നെ തല്ലണ്ട മാവ ചെയ്യിപ്പിച്ചാണ്. നമ്മള് കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലേ? കാലം മാറിപ്പോയിടാ. പിടിക്കണല്ലോ ഒരു സാധനം, ജനറേഷൻ ശരി വേണം അത് പിടിക്കാതെ. ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാവർക്കും. എനിക്കിഷ്ടം കുറച്ച് നേരത്തെ സംഭവിച്ച തോട്ടാത്. ഇന്നൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് നല്ല രീതിയിൽ വരും. ബിക്കോസ് മാഡ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് അവർ എന്താ പറയാ, നമ്മൾ അങ്ങനത്തെ ജോണറിന് സ്പൈ കോമഡി ആയിരുന്നു, പക്ഷെ അത് ബഡി കോപ്പ് ജോണർ. പക്ഷെ നമ്മളത് കുറച്ച് എൻ്റെ ഒരു വിഷന്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. അത് എല്ലാവരും ഒന്ന് തുടങ്ങുമായിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു. ബട്ട് സ്റ്റിൽ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പൂർണ്ണമായ വിഷനിൽ അതിൻ്റെ ഒരു സീക്വൽ വന്നാൽ ചിലപ്പോൾ അത് ഫ്ലോസ് ഒക്കെ റിയലി ഗുഡ് എന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യുന്നു. LUCയിലൂടെ ലവകുശയുടെ ഒരു എല്ലാവരും കൊടുത്തേട്ടാ എന്റെ ഭാഗമായേക്കണം. ഗ്രൂപ്പിസമാണല്ലോ ഈ ഗ്രൂപ്പിൽ അത് ഞാൻ ഒപ്പിച്ചു തന്നിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പ് ഞാൻ ഒപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതും നടക്കട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്.